മഴയത്ത് കുടിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സൂപ്പാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. രാത്രിയിൽ കഴിക്കാനോ എപ്പോൾ വേണമെങ്കിലും കഴിക്കാം. നമുക്ക് ഒരു നേരത്തെ ഡിന്നറായിട്ട് കഴിക്കാൻ വേണമെങ്കിൽ ലൈറ്റ് ഭക്ഷണമായിട്ട് കഴിക്കാം. ഹെൽത്തിയുമാണ്, അതുപോലെ തന്നെ ടേസ്റ്റിയുമാണ്. വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് എന്ത് സൂപ്പ് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതുപോലെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസിയായ സൂപ്പാണ്. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ പറയണം. അതിന് മുമ്പ് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ആ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്തിടാമെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോ എല്ലാം അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ, എന്താണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയിട്ട് വന്നാലോ. അതിനായി ഞാനൊരു നോൺ സ്റ്റിക്ക് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ബട്ടർ ഒന്ന് ചൂടായി കഴിഞ്ഞപ്പോഴത്തേക്ക് ചെറുതായിട്ട് അതിന് വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഒന്ന് പച്ചമണം മാറി കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനകത്ത് ഗ്രീൻ പീസും അതുപോലെ തന്നെ സവാളയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓരോരുത്തരുടെ അളവിനനുസരിച്ച് ഇതൊക്കെ എടുക്കാവുന്നതാണ്. ഞാൻ അത് കാരണം എനിക്ക് 2 ഗ്ലാസ് സൂപ്പിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ക്യാരറ്റ് എടുത്തു, ക്യാപ്സിക്കം എടുത്തു, ഗ്രീൻ പീസ് എടുത്തു, അതുപോലെ തന്നെ ബേബി കോൺ ഉണ്ടായിരുന്നു, ഞാൻ അതും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി തിളച്ച വെള്ളം ഒഴിച്ച് നല്ലവണ്ണം തിളപ്പിച്ചു. അതിന് ശേഷം കൊഴുപ്പിന് വേണ്ടി എടുത്തിരിക്കുന്നത് ആരോറൂട്ട് പൗഡറാണ്. 1 ടീസ്പൂൺ പൗഡർ എടുത്തിട്ടുണ്ട്. അതിലൊന്നൽപ്പം തണുത്ത വെള്ളം ചേർത്ത് നല്ലവണ്ണം ഒന്ന് കട്ടയില്ലാതെ ഒന്ന് കലക്കിയിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ ചേർക്കേണ്ടതാണ്. കൊഴുപ്പിന് വേണ്ടിയിട്ടാണ്. ഓരോരുത്തരുടെ കൊഴുപ്പിന് അനുസരിച്ച് ചേർക്കാവുന്നതാണ് കേട്ടോ. എനിക്ക് ആവശ്യമുള്ള കൊഴുപ്പിനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 1-2 ടീസ്പൂൺ ചേർത്താലും കുഴപ്പമൊന്നുമില്ല. അത് കാരണം ഹെൽത്തിയായ ഒരു സൂപ്പാണെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം അതാണ്. കോൺഫ്ലവറിനൊക്കെ ഹെൽത്തി ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഇനിയില്ലയെന്ന് വിചാരിച്ച് കോൺഫ്ലവർ എടുക്കുന്നത് ദോഷമാണെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. എല്ലാ കുക്കിങ്ങിനും ഇപ്പോൾ കോൺഫ്ലവർ എടുക്കുന്നുണ്ട്. അമിതമായാൽ അത് എല്ലാത്തിനും വിഷം തന്നെയാണ്. അപ്പോൾ അതനുസരിച്ച് ഉപയോഗിക്കുക. അതിൻ്റെ കൂട്ടത്തിൽ നല്ലോണം തിളച്ചിട്ടുണ്ട്. കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. മല്ലിയില ഇഷ്ടമാണെങ്കിൽ മല്ലിയില കൂടി ചേർത്ത് നമുക്ക് ഇറക്കാവുന്നതാണ്. നല്ല അടിപൊളിയായ ഒരു സൂപ്പാണത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. വന്നിട്ട് ഫീഡ്ബാക്ക് വരണം. അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബായ്.